എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ നിന്ന് ഒഴിവാകാതെ നിൽക്കുന്ന കുറച്ച് നന്മകൾ ഉണ്ടാകണം. അതെല്ലാ ദിവസവും ചെയ്യണതുണ്ടാകും, എല്ലാ ആഴ്ചയിലും ചെയ്യണതുണ്ടാകും, എല്ലാ മാസത്തിലും ചെയ്യണതുണ്ടാകും, എല്ലാ വർഷത്തിലും ചെയ്യണതുണ്ടാകും. ഒന്നുകൂടി ഞാൻ ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ, നമ്മളെ വീട്ടില് 10 ആളുണ്ട്, ആ 10 ആൾ മരിച്ചു കിട്ടിക്കൊള്ളി. അള്ളാഹു നമുക്ക് അങ്ങനത്തെ അപകടങ്ങളും ദുരന്തങ്ങളും തരാതിരിക്കുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, അതങ്ങനെ തന്നെ പാലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ഏറ്റെടുക്കാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായി, ആരാധനകളായി, അനുഷ്ഠാനങ്ങളായി, മനുഷ്യർക്ക് ചെയ്യുന്ന നന്മകളായി, ദിക്റുകളായി ഒക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റും. അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ പൊതുവെ നമ്മുടെ ഒരു റിലീഫ്, നമ്മുടെ ഒരു റിലാക്സേഷൻ, നമ്മുടെ ഒരു ആശ്വാസം അതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാണ്, ഇദാ നസല ബിഹി അംറുൻ മുഹിമ്മുൻ ഔ അസാബഹു ഗമ്മുൻ. പ്രവാചകൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനോദുഃഖം വന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം 2 റക്അത്ത് നിസ്കരിക്കും. ജുഇലത് ഖുറത്തു ഐനി ഫി സ്വലാത്തി. എന്റെ എല്ലാ മനസ്സിന്റെ കുളിർമയും എനിക്ക് അല്ലാഹു നിസ്കാരത്തിലാണ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അതിന്നൊരു റിലീഫ് കിട്ടാൻ അതാണ് ചെയ്യുക. ആളുകൾ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ ടൂറ് പോകും, അല്ലെ, പല പല പണികൾ എടുക്കും. ഒന്ന് മാറി നിൽക്കട്ടെ കുറച്ച് ദിവസം എന്നൊക്കെ പറയും. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു 2 മിനിറ്റ് കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എല്ലാ നമസ്കാരവും കൃത്യസമയത്ത് കൃത്യമായി ജമാഅത്തായി തന്നെ നിർവഹിക്കും. അതെല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിർവഹിക്കും. അത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യും, അല്ലെ. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കും. അത് ആഴ്ചയിലുള്ള കാര്യമാണ്. എല്ലാ മാസത്തിലും ഇന്നൊരു കാര്യം ചെയ്യും, ഒരു രോഗസന്ദർശനം നടത്തും, അല്ലെ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തിനും ഒഴിവിനൊക്കെ അനുസരിച്ച് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ മൊഡ്യൂളുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു 8-9 ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് ചെറിയ കാര്യം മുതൽ പടച്ചോന് സംതൃപ്തിയാകണമെങ്കിൽ ഭയങ്കര വലിയ കാര്യമൊന്നും ആകണ്ട. നമുക്ക് എത്ര ചരിത്രങ്ങൾ അറിയാം. പടച്ചോന് ഭയങ്കര തൃപ്തിപ്പെട്ട് അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് ആകാശ ലോകത്ത് നിന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ മഹാസംഭവം ഒന്നും ആകണ്ട. നോക്കൂ, നിങ്ങൾ വഴിയിൽ കാണുന്ന ഒരു മനുഷ്യനോട് പുഞ്ചിരിച്ചാൽ അത് വിശ്വാസിക്ക് സ്വർഗത്തിൽ പോകാനുള്ള സ്വതക്കയാണെന്നാണ്. സ്വന്തം ഭാര്യയുമായുള്ള ശാരീരിക ബന്ധം പോലും പുണ്യമാണെന്നാണ്. സ്വന്തം മക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഇറച്ചി, മീനും, ഫ്രൂട്ട്സും, മിഠായും, കടലമിഠായും ഒക്കെ കൂലിയാണെന്നാണ്. അതൊക്കെ പുണ്യാണെന്നാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാനും, അയാളുടെ അഭിമാനം സംരക്ഷിക്കാനും, അയാളുടെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കാനും ഒക്കെ വേണ്ടി അത് ചെയ്യുകയാണെങ്കിൽ അത് ജിഹാദാണെന്നാണ്, അല്ലെ. ഒരാൾ ജിഹാദിന് വരാത്ത ഒരാളെ കണ്ടപ്പോ അയാളൊക്കെ എന്ത് മനുഷ്യനാണ്, ജിഹാദിന് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അയാളുടെ ജീവിതം അള്ളാഹുവിന്റെ റസൂലിന് അറിയണതുകൊണ്ട് പറഞ്ഞു അയാൾ വലിയ ജിഹാദാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞതാണ് ഇത്, എനിക്കതിൽ പരാതില്ല എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ നിയ്യത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പോകാൻ പറ്റണം. അപ്പോ നമ്മൾ ഈ 8-9 പോയിന്റ് എന്തിനാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ മുതൽ ഈ നമ്മളെ ഖുതുബ ഓൺലൈനിൽ കേൾക്കുന്നവരും ഒക്കെ, സ്ഥിരമായിട്ട് കേൾക്കണ ആളുകളൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് നമുക്കൊരു മൊഡ്യൂൾ ഉണ്ടാക്കണം. ആ മൊഡ്യൂളും കൊണ്ട് നമ്മൾ ഇങ്ങനെ റമദാനിക്കടെ കയറണം. എന്നിട്ട് റമദാൻ കഴിഞ്ഞാലും അതിലൂടെ തന്നെ തുടരണം. അപ്പൊ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ കുറച്ച് എടുത്താൽ മതി. പക്ഷെ അത് നിയ്യത്തോടു കൂടെ ചെയ്യണം. ഒന്നുമില്ല, ഞാൻ എന്റെ വണ്ടിയിൽ കയറിയാൽ ഇനി യാത്രക്കാരന്റെ ദിക്റ് ചൊല്ലും, അതൊരു നല്ല കാര്യമാണ്. അത് എന്നും സ്ഥിരാക്കുക. എപ്പോഴെങ്കിലും ചെല്ലുന്നതിലേറെ അത് സ്ഥിരമായി ചെല്ലുമ്പോ പുതിയ 10 നേട്ടങ്ങൾ കിട്ടും. അതിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ സ്വതക്ക, ഞാൻ ആഴ്ചയിൽ ഒരു സ്വതക്ക കൊടുക്കും. സ്വതക്ക കോടികളൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും ഒരു പൈസ. അതിപ്പോ വെള്ളിയാഴ്ച ആയല്ലോ, ഈ ആഴ്ചയിനുള്ളിൽ ആർക്കും സ്വതക്ക കൊടുത്തില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു 25 റുപ്യ കൊടുത്തു, അത് സ്വതക്കയാണ്. അത് രഹസ്യമായി ചെയ്യുന്നതാകുമ്പോ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അല്ലേ. അതല്ലെങ്കിൽ നമ്മൾ എന്നും ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, പ്രായമുള്ള ആരെ കണ്ടാലും ഞാൻ അയാൾക്ക് സീറ്റ് കൊടുക്കുന്ന ഒരാൾ തീരുമാനിക്കുകയാണ്, അത് ഭയങ്കര പുണ്യാണ്.
അവിടെ ആ സീറ്റിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിത പരിസരത്തിനനുസരിച്ച് ഒരു മൊഡ്യൂൾ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. ലുഹാ നിസ്കാരം എന്നും നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ എന്നും നിർവഹിക്കാം. ഒരാൾ വിചാരിക്കാം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ലുഹ നിസ്കരിക്കും. പക്ഷെ ആഴ്ചയിൽ മാസത്തില് 4 ആഴ്ചയിൽ അപ്പൊ 4 ലുഹയാക്കി കിട്ടും. അഥവാ സ്ഥിരമായി ചെയ്യാന്നുള്ളതാണ്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ലുഹ നിസ്കരിക്കും എന്നൊരാൾ വിചാരിക്കുക. വെള്ളിയാഴ്ച ലുഹ നിസ്കരിക്കണതിന് പ്രത്യേക കൂലി ഉണ്ട് എന്ന് വിചാരിച്ച സാധനം കഴിഞ്ഞു, പണി കഴിഞ്ഞു, അതിന്റെ മസാല മാറി. അപ്പോ ആമുഖം ഞാൻ നീട്ടുന്നില്ല, നേട്ടങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള ഇഷ്ടം ആ വ്യക്തിക്ക് ലഭിക്കും എന്നാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞത്? അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഇനി അതിൽ കുറച്ച് അളവൊക്കെ കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, സ്ഥിരമായിട്ട് ഉണ്ടാകുക. ആ ചെയ്യുന്ന കാര്യം സ്ഥിരമായിട്ട് ചെയ്തു പോവുക. മാത്രല്ല അഹബ്ബുൽ അഅ്മാലി ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതും എന്താണ്? സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ്. പ്രവാചകൻ ഇദാ അമില ശൈഅൻ അസ്ബതഹു, പ്രവാചകൻ വല്ലതും ചെയ്താൽ പിന്നെ അത് സ്ഥിരമായി ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, അത് സ്ഥിരപ്പെടുത്താൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥിരമായ അമലുകൾ ചെയ്യുന്നതുകൊണ്ടുള്ള രണ്ടാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് അവന് തെറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കുന്നതാണ്. തിന്മ ചെയ്യാൻ കഴിയൂല. അമലുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു അവസ്ഥയാണെന്ത്? അവനിങ്ങനെ പാപം ചെയ്യാൻ കഴിയൂല. എന്താണ് ഹദീസിലുള്ളത്? ഫർളുകളൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ പിന്നീട് സുന്നത്തിലേക്ക് കടക്കുകയാണ്. ആ സുന്നത്തുകളെ അയാൾ സ്ഥിരമായി ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും? ഫൈദ അഹ്ബബ്തു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, ആ വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടും. ഫൈദ അഹ്ബബ്തുഹു, ഒരു വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുൻതു സമഅഹു അല്ലദി യസ്മഉ ബിഹി, ഞാൻ അവന്റെ കേൾവിയായി മാറും. ഞാൻ അവന്റെ കേൾവിയായി പിന്നെ മാറുമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആ വ്യക്തിക്ക് തിന്മ കേൾക്കാൻ കഴിയുകയില്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ അയാൾക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവന്റെ കാഴ്ച ഞാനായി മാറുമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ കണ്ടു പഠിച്ചവനാവുന്ന അങ്ങനെ സൂഫികൾ അർത്ഥം വെക്കും. അവര് അനല്ലാ, ഞാനാണ് അല്ലാഹ് എന്ന് അവസാനം പറയുന്ന സൂഫി അതിന് പറയുന്ന ന്യായാണത് ഈ ഹദീസ് അല്ലെ? എന്താണ്? അവന്റെ കാഴ്ച അവന് അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ വേറൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. വേദഹുല്ലത്തി യബ്തുശു ബിഹി, അവന്റെ കൈ ഞാനാകുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും പിടിക്കാനും തൊടാനുമുള്ള അവസ്ഥ അള്ളാഹു അയാൾക്ക് കൊടുക്കുകയില്ല. വരിജ്ലഹുല്ലത്തി യംശി ബിഹ, അയാളുടെ കാല് കൊണ്ട് നന്മയിലേക്ക് മാത്രമേ അയാൾക്ക് നടക്കാനുള്ള അവസ്ഥ ഉണ്ടാവുള്ളൂ. വഇൻ സഅലനി ലഉതിയന്നഹു, അയാൾ ചോദിച്ചാൽ ഞാൻ അയാൾക്ക് കൊടുക്കും. വഇൻ ഇസ്തഅദനി ലഉഇദന്നഹു, എന്നോട് ശരണപ്രാർത്ഥന നടത്തിയാൽ, രക്ഷ തേടുന്ന ഇന്നതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചാൽ ഞാൻ അയാൾക്ക് അത് വകവെച്ചു കൊടുക്കും. അപ്പൊ സഹോദരന്മാരെ, ജീവിതത്തിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ദവാമായിട്ട് സ്ഥിരമായി കുറച്ച് ആരാധനാ കർമ്മങ്ങൾ നമ്മൾ ശീലാക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പടച്ചോൻ പറഞ്ഞതും പടച്ചോന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആകണം. അമലുകൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രവാചകന്റെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ദിക്റുകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും എടുക്കാൻ പാടുള്ളൂ. മിഅ്റാജിന്റെ പേരിൽ ഒരു നോമ്പ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മിഅ്റാജ് ഹഖല്ലേ? മിഅ്റാജ് ഹഖാണ്. ഇസ്രാ ഹഖല്ലേ? ഇസ്രാവും ഹഖാണ്. മിഅ്റാജും ഇസ്രാവും ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ പേരിൽ നോമ്പ് എടുക്കുന്ന ആള് പലപ്പോഴും എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും നോമ്പ് എടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അത് എടുക്കൂല. ബറാത്തിന്റെ പേരിൽ ഒരു നോമ്പ്, അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ അതിന്റെ പേരിൽ അപ്പൊ എന്താണോ പഠിപ്പിച്ചത് അതേ പറ്റൂ. നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ജുമാക്ക് 2 റക്അത്ത് നിസ്കരിക്കണേ 4 റക്അത്ത് നിസ്കരിക്കോ? സുബൈക്ക് നല്ല ഉന്മേഷമുള്ള സമയമാണ്, കുളിച്ച് ഫ്രഷ് ആയി വന്നതാണ്. 2 റക്അത്ത് സുബൈക്ക് പകരം 4 റക്അത്ത് സുബൈ നിസ്കരിക്കുവോ? എന്താ നിസ്കരിക്കാത്തത്? പടച്ചോൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പടച്ചോൻ പഠിപ്പിച്ച തന്നെ എടുക്കാനും പുതക്കാനും കുടിക്കാനും കിടക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇട്ട് കണ്ട് പടച്ചോൻ പഠിപ്പിക്കാത്തതിലേക്ക് പോകരുത്. അപ്പോ നമ്മള് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളൊക്കെ അത് ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന് 100% ഉറപ്പുവരുത്തണം. മനസ്സിലായില്ലേ? ഇപ്പൊ രാത്രിയിൽ
ഒരു വ്യക്തി ഉറങ്ങണീന്റെ മുമ്പ് ഒരാള് എന്ത് ചെയ്യുന്നു, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു, ആ വ്യക്തിക്ക് ഖബർ ശിക്ഷയില്ലെന്ന് സംരക്ഷണം ഉണ്ട് എന്നാണ്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചാണ്. സൂറത്തുൽ മുൽക്കിന്റെ തൊട്ടപ്പുറത്തുള്ള സൂറത്തിന് ഇത് കിട്ടുമോ? കിട്ടൂല. സൂറത്തുൽ മുൽക്ക് 67, 66 കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല? 66 അങ്ങനത്തെ ഒരു മഹത്വം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ എന്തിനാണോ പഠിപ്പിച്ചത് അതിനെ കിട്ടുള്ളൂ. അപ്പോ 2 നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും. 2, തിന്മ ചെയ്യുന്ന ഒരവസ്ഥ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല എന്നാണ്. ഇനി 3-ാമത്തെ കാര്യം എന്താണ് സുഹൃത്തുക്കളെ? 3-ാമത്തെ കാര്യം, ഒരു വ്യക്തിക്ക് അയാളുടെ പല ഫർളുകളിലുള്ള പല കുറവുകളും ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന നന്മകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കും. ഇപ്പോ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഒരു വ്യക്തി പരലോകത്തെത്തുമ്പോൾ അയാളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വിചാരണക്ക് എടുക്കുക അയാളുടെ നിസ്കാരമാണ്. ഓരോ നിസ്കാരത്തിന്റെ ഓരോ മൈക്രോ പോയിന്റും പടച്ചോൻ വിചാരണക്ക് എടുക്കും. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പാസ്സായി. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പാസ്സായാൽ അവന് സ്വർഗത്തിലേക്കുള്ള പാസ് കിട്ടി. നിസ്കാരത്തിന്റെ കാര്യം പരിശോധിച്ചപ്പോ അത് വേണ്ട വിധം നിർവഹിച്ചിട്ടില്ലെന്നും അത് പരിഗണിച്ചിട്ടില്ലെന്നും അതിനെ അവഗണിച്ചിട്ടുണ്ടെന്നും അത് വ്യക്തിപരമായ പല കാര്യങ്ങൾക്കും വേണ്ടി അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുവാണെങ്കിൽ ഫഖദ് ഖാബ, അവൻ പരാജയപ്പെട്ടു. വഖസറ, അവൻ നഷ്ടത്തിൽപ്പെട്ടു. പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടി പടച്ചവൻ അവിടെ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം, ഫൈൻ ഇൻതഖസ മിൻ ഫരീദതിഹി ഷൈഉൻ ഖാല റബ്ബു അസ്സ വജല്ല, ഈ ഫർളിൽ കുറവ് വന്ന വ്യക്തിയെ നേരെ നരകത്തിക്ക് ഇടാന്നുള്ളതല്ല. പടച്ചവൻ എന്ത് ചെയ്യുന്നറിയോ? നിസ്കരിച്ചോനല്ലേ, അതുകൊണ്ട് ഉൻദുറു ഹല്ലി അബ്ദി മിൻ തതവ്വു, അവൻ വല്ല സുന്നത്തായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി, വല്ല സുന്നത്തായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും. അപ്പോഴോ ഫർളിൽ വന്ന കുറവുകൾ ആ സുന്നത്ത് വെച്ച് പടച്ചോൻ പരിഹരിച്ചു കൊടുക്കും എന്നാണ്. പിന്നെ അവന്റെ എല്ലാ അമലുകളും ഇപ്രകാരം തന്നെയായിരിക്കും. ഓരോ ഫർദ് എടുക്കും. ഇപ്പൊ നിസ്കാരത്തിൽ നിന്നുള്ള ഫർദ് എടുക്കും, അതിൽ വന്ന വീഴ്ച ബാക്കി സുന്നത്തുകൾ കൊണ്ട് പരിഹരിക്കും. പിന്നെയുള്ള ഫർദ് ഏതാണ്? ഇപ്പോ പിന്നെ മാതാപിതാക്കളെ പരിരക്ഷിക്കൽ ഒരു ഫർദാണ്. അതിലെവിടെയെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ പറയും എന്തെങ്കിലും പിന്നെ സുന്നത്തുകൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനങ്ങൾ നിർവഹിക്കപ്പെട്ട വ്യക്തിക്ക് അങ്ങനെ പരിഹരിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ദവാം ഉണ്ടായാൽ, ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ എന്നുണ്ടായാൽ ഉള്ള ഗുണം എന്താ? പടച്ച റബ്ബ് നമുക്ക് തരുന്ന 3-ാമത്തെ ഒരു കാര്യം അതാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇനി 4-ാമത്തെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, 4-ാമത്തെ ഒരു കാര്യം, ഒരു വ്യക്തിക്ക് ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കാനുള്ള ഒരു അവസ്ഥ റബ്ബ് കൊടുക്കും. ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തതാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന വ്യക്തി, അവർക്ക് ഞാൻ എന്റെ വഴികൾ കാണിച്ചു കൊടുക്കും, അവർക്ക് ഞാൻ എന്റെ വഴികളുടെ വെളിച്ചം ഞാൻ പകർന്നു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ്. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പോ നമുക്ക് അറിയണ എത്രങ്ങാനും ദിക്റുകളുണ്ട്, നന്മകൾ എത്രങ്ങാനും അവസരങ്ങൾ. ഇപ്പൊ പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതൊക്കെ നമുക്ക് അറിയണതാണ്. പക്ഷെ ഇത് അറിയുന്ന ചെല്ലേണ്ട കുറെ സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്താ വിഷയം? അതൊരു തൗഫീഖിന്റെ പ്രശ്നമാണ്. ഈ ആയത്ത് പറഞ്ഞ എന്താ? എന്റെ മാർഗത്തിൽ പരമാവധി ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ എന്ത് ചെയ്യും? എന്റെ വഴി കാണിച്ചു കൊടുക്കും. അപ്പോ നമുക്ക് പഠിച്ചോൻ ഇങ്ങനത്തെ ഒരു തൗഫീഖ് തരും, ഓരോന്ന് ഓർത്തു വെക്കാനും ചെയ്യാനൊക്കെ. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ടത് ബിസ്മില്ലാ എന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ടത് ഏറ്റവും ശരിയായ രൂപം ബിസ്മില്ലാ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല. എന്താ അങ്ങനെ പറയുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയോടൊപ്പം ബിസ്മില്ലാന്നേ ചൊല്ലിയിട്ടുള്ളൂ. അപ്പൊ ഒരു വ്യക്തി ചെല്ലേണ്ടത് അതാണ്. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയ അത് വിദഗ്ധാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സമ്മില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. നീ ബിസ്മി ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിസ്മിന്റെ പൂർണ്ണ രൂപം ചെല്ലിയാലും അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ശരിയായി തോന്നുന്ന കാര്യം എന്താ? ബിസ്മില്ല എന്ന് ചൊല്ലലാണ്. അപ്പൊ ബിസ്മില്ല എന്ന് ചൊല്ലാൻ പറ്റിയ എത്ര സ്ഥലമുണ്ട്? പള്ളിക്ക് കയറുമ്പോഴുള്ള ദിക്ർ അറിയാലോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദിക്ർ അറിയാലോ, ബാത്റൂമിലേക്ക് കയറേണ്ടത് ഇടത്തേകാല് വെച്ചിട്ടാണെന്ന് അറിയാലോ. പക്ഷെ ആ അറിവ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്?
ആ അറിവ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ട്, അത് അപ്പോൾ ഓർമ്മയിൽ വരാത്തത് കൊണ്ടും അത് നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ദവാം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒരു കൂട്ടം നന്മകൾ ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകുമ്പോൾ പടച്ചോൻ എന്ത് ചെയ്യും? അതിനുള്ളൊരു വെളിച്ചം നമുക്ക് തരും. കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ചോദിക്കാനും പറയാനും ഒക്കെ ഓരോ ഘട്ടം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലേ? ഇപ്പൊ ഒരാള് ഒരു മരണം നടന്നൊരു വീട്ടിൽ എന്ന് വിചാരിക്കുക. ആ വീട്ടിൽ എത്രങ്ങാനും ആള് വന്നു പോകുന്നുണ്ട്, പലരും പല മാനസികാവസ്ഥയിലാണ് വരുന്നത്. എന്താ പോയില്ലെങ്കിൽ മോശമാണ്, പോട്ടെ, അങ്ങനെ പോയാല് എന്താ 2 ഖിറാത്ത് മയ്യത്തിന്റെ പിന്നാലെ നടന്നു പോയാൽ തന്നെ കിട്ടും. അഥവാ ഉഹദ് മലന്റെ അത്ര ഒരു ഖിറാത്ത്, അത്രയും വലിയ പുണ്യം കിട്ടും. അതുകൊണ്ട് ആ പുണ്യം കിട്ടട്ടെ. അല്ലെങ്കിൽ ചില ആൾക്കാർ ചിന്ത എന്താ, അത് നമ്മുടെ ഒരാളാണ് മൂപ്പര്, ഞാൻ ഗൾഫ് കൊണ്ടായത് മൂപ്പരാണ്, ഇതിനൊന്നും കൂലിട്ടൂല. നീയത്ത് എനിക്ക് പുണ്യം കിട്ടണം എന്നുള്ളതാകണം. അപ്പൊ ആ നീയത്ത് അങ്ങനെ തന്നെയാണ് സെറ്റായി കിട്ടുക. ഇനി അവിടെ ഒരു വ്യക്തി ചെന്നിട്ട് ആ മരിച്ച വ്യക്തിയുടെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് അവരോട് പറയണം, മക്കളെ നിങ്ങള് അല്ലാഹുമ്മ അജ്ർലി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ എന്ന് ചൊല്ലിയോ? എനിക്കറിയില്ല. എന്നാ ചൊല്ലണം. എത്രങ്ങാനും മനുഷ്യന്മാരോട് വന്നുപോയി. ഇയാൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റി? അത് പടച്ചോൻ കൊടുക്കണ തൗഫീഖാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കി. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിച്ച് അധ്വാനിച്ച് ത്യാഗം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ലനഹ്ദിയന്നഹും സുബുലനാ, അവരുടെ വഴിയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. അവരെങ്ങനെയൊക്കെ പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇത് ഖുർആൻ മറ്റൊരു വചനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഫുർഖാൻ ഉണ്ടാക്കി കൊടുക്കും. എന്താ ഫുർഖാൻ? ഫുർഖാൻ എന്ന് പറഞ്ഞാല് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന കാര്യം എന്നാണ്. അപ്പൊ നമുക്കിതിപ്പോ ചെയ്യണോ വേണ്ടേ? ഈ ബിസിനസ്ക്ക് കടക്കണോ വേണ്ടേ? മോളെ ആ ചെക്കനെ കൊണ്ട് കെട്ടിക്കണമോ വേണ്ടയോ? ഞാൻ ഈ കോഴ്സ് തെരഞ്ഞെടുക്കണോ വേണ്ടേ? വീടിന്റെ ആ പണി ഇങ്ങനെ ആക്കണോ വേണ്ടേ? ഈ മെറ്റീരിയൽ ഇവിടുന്ന് വാങ്ങണോ വേണ്ടേ? ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഒരു തോന്നലൊരു ചിന്തയൊക്കെ ഇങ്ങനെ വരിക. ജീവിതത്തിൽ എന്തുമാത്രം വലിയ തൗഫീഖാണ് സുഹൃത്തുക്കളെ, എന്തുമാത്രം വലിയ തൗഫീഖാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ചില പ്രഭാഷണങ്ങളിലൊക്കെ പങ്കുവെച്ചൊരു കാര്യം കൂടെ ഇവിടെ അനുബന്ധമായി പറയണമെന്ന് തോന്നുകയാണ് കേട്ടോ. എന്താ അറിയോ, ഒരു മനുഷ്യൻ, അദ്ദേഹം വല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചില ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ മകൾക്കൊരു വിവാഹം വന്നു. വിവാഹ അന്വേഷണം വന്ന കുടുംബത്തെയോ അല്ലെങ്കിൽ ആ ഒരു ടീമിനെയോ ഒക്കെ പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് പരമാവധി അവ്യക്തമാക്കി പറയാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിന്റെ മോൾക്ക് നല്ലൊരു ബന്ധം വന്നു. ആ ബന്ധം നല്ല സാമ്പത്തിക ആസ്തിയുള്ള, അത്യാവശ്യം പേരും ചൂരൊക്കെ ഉള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടുകാരും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠാനിയന്മാരും ഒക്കെ അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ചു. അപ്പൊ മൂപ്പര് ഇജന്തൻ മറുപടി കൊടുക്കാത്ത, അപ്പൊ മൂപ്പര് എനിക്കറിയുന്ന ഒരാളാണ് അദ്ദേഹം രാവിലെ ഒരു 4 മണിക്കെങ്കിലും എഴുന്നേൽക്കും. എല്ലാ ദിവസവും 4 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കാറുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടാനുള്ള ചില കാരണങ്ങളുണ്ട്. കാരണമൊന്നും ഞാൻ പറയണില്ല. ശരി, അപ്പം അദ്ദേഹത്തിന് ആ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണോ വേണ്ടേ എന്ന് സംശയം. അപ്പൊ എന്നെ വിളിച്ചു. ഞാൻ ഇസ്തിഖാറത്ത് നിസ്കരിച്ചു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമുക്കൊരു ദുനിയാവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നാൽ അപ്പൊ ചെയ്യാനുള്ളതാണ് ഇസ്തിഖാറത്ത്. ഞാൻ നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നാൽ ചെയ്യാനുള്ളതല്ല. സ്വതക്ക കൊടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നാൽ ചെയ്യാനുള്ളതല്ല. കള്ളു കുടിക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ കൺഫ്യൂഷൻ വന്നാൽ ചെയ്യാനുള്ളതല്ല. മറിച്ച് ഞാനിപ്പോ ഈ ജോലി ഒഴിവാക്കിയിട്ട് ഗൾഫിക്ക് പോകണോ, ഒരു സംശയം വന്നു വിചാരിക്കാം, ഞാൻ എൻ്റെ മോളെ കെട്ടിക്കണോ? അപ്പൊ അതിനാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. അതിനാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. 2 റകഅത്ത് നിസ്കരിക്കുക, എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക എന്നിട്ട് ഒരു ദുആ ഉണ്ട്, ആ ദുആ ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വിഷയത്തിൽ നന്നായി ധാരണയുള്ള ഒരാളുമായിട്ട് ചർച്ച ചെയ്യുക. അതിലൂടെ കിട്ടുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തുക. അതിന്മ ഹൈറായിരിക്കുക. പ്രത്യക്ഷത്തിൽ ദോഷം തോന്നിയാൽ അവസാനം ഹൈറായിരിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അസ്ല്. അപ്പൊ അദ്ദേഹം അങ്ങനെ വിളിച്ചതാണ്. ഞാൻ ഇസ്തിഖാറ നിസ്കരിച്ചിട്ട് വിളിക്കണം. 3 വട്ടം നിസ്കരിച്ചു. ആദ്യം നിസ്കരിച്ച ഒരു കാര്യത്തിൽ, പിന്നെ നിസ്കരിച്ച ഒരു കാര്യത്തിൽ, പിന്നെ 3 കാര്യം എനിക്ക് പറഞ്ഞു. അപ്പൊ വിശദമായി കേട്ടപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങനെയല്ല തോന്നിയാ, ഇനി എനിക്കൊരു കാര്യം കൂടെ ഉറപ്പാക്കാനുള്ളൂ. എന്റെ മോളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് അറിയില്ല. ഓളൊന്നും പറഞ്ഞിട്ടില്ല. ഓളത് ചർച്ചയിലൂടെ ഞാൻ പോകലാണ്. വീട്ടിൽ 2 ആളെയും ഉണ്ടാകത്തുള്ളൂ. ഒന്ന് ഞാനും ഓള് പോകും. നിങ്ങളൊന്ന് ഓടോടൊന്നും ചെയ്യണം.
അപ്പം ഞാൻ ആ കുട്ടനെ വിളിച്ചു, എന്താ അവളെ ഇങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ കുട്ടൻ്റെ മറുപടി എന്ന് ഭയങ്കര മനോഹരമായ മറുപടിയാണ്. ഞാനേ എനിക്കിതൊരാളോട് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ പറയണേ, എൻ്റെ ഉപ്പാന്റെ അഭിപ്രായം എന്താണോ അതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കാരണം ഞാൻ പഠിക്കാൻ നിൽക്കുമ്പോഴൊക്കെ അപ്പുറത്തെ റൂമിൽ നിന്ന് ഉപ്പ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേരിങ്ങനെ ഉറക്കെ പറയണത് ഞാൻ കേൾക്കലുണ്ട്. അപ്പൊ എൻ്റെ ഉപ്പനോളം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഒരാളും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അത് ആ കല്യാണം ഒഴിവായി അദ്ദേഹത്തിന്റെ ഭാര്യനെയൊക്കെ നമ്മളൊന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഇനി കേൾക്കണം നിങ്ങൾ, ഈ പയ്യന്, ഈ വിവാഹം വന്ന പയ്യന് വേറൊരു കുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞു. ഒരു ഈ പറഞ്ഞ പ്രദേശത്തു നിന്ന് 20-25 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ കുട്ടിയും ആ കുടുംബവും പല കാരണങ്ങളാൽ നമ്മുടെ ഒരു വൃത്തങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ ആ കുട്ടി നേരെ വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങി. 1 മാസം കറക്റ്റ് അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങിയപ്പോ അങ്ങനെ ഒരു കോള് വന്നു, എനിക്കൊരു കോള് വന്നു, ഇങ്ങനെ ഒരു വിഷയം പറയേണ്ടി വന്നിട്ട്. അപ്പൊ ശരിക്കും എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പോണില്ല, അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അയാളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പൊ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, വിവാഹം അയാൾ എത്രയോ കാലമായി ഇത് നിർത്താൻ വേണ്ടി ഭയങ്കര പരിശ്രമം നടത്തുന്ന ആളാണ്, അത്രയും ആരാധനകളൊക്കെ ഉള്ള ആളാണ്, ചെറുപ്പത്തിൽ എപ്പോഴോ പെട്ടുപോയൊരു കെണിയാണ്. ഇപ്പോൾ അയാൾ ഏകദേശം അത് നിർത്തിയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് അത് ഒട്ടും ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾ ഗ്യാരണ്ടി തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ നീ ഇസ്തിഹാറ നിസ്കരിച്ചോ, എന്റെ ഒരു ചോയ്സിനാണ്. ലഹരി വിഷയത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലഹരി ഉപയോഗിച്ച ഒരാളെ എന്തായാലും മോളെ നീ പോകണം നമ്മളാരും പറയില്ല കേട്ടോ. അപ്പൊ അവൾക്ക് തോന്നി വേണ്ടാന്ന്, അവള് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാം കണ്ടിട്ടും അയാൾ പടച്ചോന്റെ അടുത്ത് ഒരു ഇസ്തിഹാരം നിർവഹിച്ചപ്പോ പടച്ചോൻ അയാൾക്കാണ് കാണിച്ചു കൊടുത്തു, എന്റെ മോളെ കെട്ടിക്കണ്ടെന്ന്. ഇതാണ് സംഭവം. ഈ ജീവിതത്തിൽ സൂക്ഷ്മതയും സ്ഥിരതയും ഒക്കെ ഉള്ള വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പല വഴികളും തുറന്നു കൊടുക്കുമെന്ന ഒരു ചുരുക്കമാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കൺമുന്നിലുള്ള ഒരു കാര്യം പറയുമ്പോൾ അത് കൂടുതൽ വ്യക്തത ഉണ്ടാവുമല്ലോ എന്നുള്ളതിൽക്കാണ് ഞാൻ എൻ്റെ അനുഭവം ഇവിടെ നിങ്ങളുമായി പങ്കുവച്ചത്. അതുപോലെ തന്നെ സ്ഥിരമായി ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം എന്താ പറയുക, ഞാൻ ഈ സ്ഥിരമായി ചെയ്യുന്നതെന്ന് പറയുന്നത് അവസാനം വന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ വീണ്ടും പറയണേ, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായാലും ഒഴിവാവില്ല. പിന്നെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഒരു ദിവസം ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാകണം. വാപ്പാന്റെ ആണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആണ്ട് 10ാമത്തത് നടത്തണം, ആയിഷാ ബീവിന്റെ 10ാമത്തത് നടത്തണം. ഇല്ല, ഇസ്ലാമിൽ ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിച്ചിട്ടില്ല, എന്നെ അതുകൊണ്ടാ ഇല്ലാത്ത. അപ്പൊ ആ നിലക്കല്ല പോകേണ്ടത്. ഇസ്ലാമിൽ ഉള്ളത് ചെയ്താൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും, കിട്ടുന്ന മറ്റൊരു നേട്ടം എന്താ അറിയോ, അയാൾ ചെയ്യാത്ത സമയത്തും ചെയ്ത കൂലി കിട്ടും. ഇതാ മരിദൽ അബ്ദു, ഒരാൾ രോഗിയായി അഥവാ ഒരാൾ പനിച്ച് കിടക്കുകയാണ്, അയാൾ എല്ലാ വക്തും ജമാഅത്ത് നിസ്കരിക്കുന്ന ആളാണ്, അയാൾ എന്നും 1.5 പേജ് ഖുർആൻ ഓതുന്ന ആളാണ്, അയാൾ എന്നും ഒരു ചെറിയ പൈസ സദഖ കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ എന്നും ഒരു രോഗിയെ സന്ദർശിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നാട്ടിൽ അയാളുടെ വീട് ഇപ്പോ ഒരു മെഡിക്കൽ കോളേജിന്റെ അടുത്താന്ന് വിചാരിക്കാം, മോർച്ചറിയിൽ വരുന്ന മയ്യത്തൊക്കെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കണത് മൂപ്പരാണ്. പക്ഷെ പനിച്ചെടുക്കണോടെ ചെയ്യാൻ പറ്റിയില്ല, വേറുള്ള ആളുകളൊക്കെ ചെയ്തു വിട്ടു. അയാൾ സ്ഥിരം ചെയ്ത എല്ലാ അമലുകളുടെയും പുണ്യം കിട്ടും എന്നാണ്. അയാൾ 5 കൊല്ലം കോമാ സ്റ്റേജിൽ കടന്നു വിചാരിച്ചോളൂ നിങ്ങൾ, അള്ളാഹു നമ്മളെ പരീക്ഷണങ്ങൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അയാൾ വെന്റിലേറ്ററിൽ 2 മാസം വെന്റിലേറ്ററിൽ കടന്നു വിചാരിച്ചോളൂ നിങ്ങൾ. അയാൾ ചെയ്യുന്ന അമലൊന്നും അയാൾ ചെയ്യണില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നറിയോ, ആ വ്യക്തി ഇതാ മരിദൽ അബ്ദു, ഒരു വ്യക്തി രോഗിയായി, സാഫർ അല്ലെങ്കിൽ യാത്രയിലായി, ട്രെയിനിലാണ്, അയാൾ ഉത്തർപ്രദേശിക്ക് പോവുകയാണ്, 4 ദിവസം 3-3.5 ദിവസം അയാള് ട്രെയിനിലാണ്, അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. പക്ഷേ അമലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തും എന്നാണ്. മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, ആരോഗ്യമുള്ളപ്പോൾ, അതേപോലെ തന്നെ അയാൾ നാട്ടിലുള്ളപ്പോൾ ചെയ്തതിന്റെ അതേ പുണ്യം അയാൾക്ക് ലഭിക്കും എന്നാണ്. മാത്രല്ല ചില അമലുകളൊക്കെ വീട്ടാനുള്ള അവസരമുണ്ട്. ഇപ്പൊ രാത്രി എന്നും നിസ്കരിക്കുന്ന ഒരു വ്യക്തി, അയാൾ ആ രാത്രി ഉറങ്ങിപ്പോയാൽ അയാൾക്ക് നിസ്കരിക്കാം, അയാൾക്ക് പകൽ ആ രാത്രിയിൽ ആ നിസ്കാരക്ക് പകരം വേണമെങ്കിൽ നിർവഹിക്കാം. അതല്ലാത്തവർക്ക് കിട്ടൂല. രാത്രി നിസ്കാരം എന്ന് വേറിട്ടൊരു സാധനം ഇങ്ങനെ പകല് നിർവഹിക്കാം. അത് രാത്രിയിൽ നഷ്ടപ്പെട്ട നിസ്കാരം എന്നും നിസ്കരിക്കുന്ന ആൾക്ക് മനസ്സിനൊരു കുളിര് കിട്ടണമെങ്കിൽ അത് ചെയ്തോട്ടെ, പടച്ചോൻ പറഞ്ഞാണ് ചെയ്തോട്ടെ, അല്ലെ, അല്ലെങ്കിൽ പറ്റൂല. ഇങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ദുരന്തത്തിൽ പടച്ചോന്റെ സഹായം ഉണ്ടാകും. ഇപ്പം യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വായിൽ കുടുങ്ങിയ വിഷയം പറയുന്നിടത്ത്
അദ്ദേഹം പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും എല്ലായ്പ്പോഴും ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്ന, പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ തിമീങ്കലത്തിന്റെ വയറിന്റെ ഉള്ളിൽ തന്നെ അകപ്പെട്ടു പോകുമായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് പ്രയാസമുള്ള ഒരു സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സന്തോഷമുള്ള സമയത്തും നമ്മൾ ആബിദീങ്ങളാകണം, ഇബാദത്ത് ചെയ്യണവരാകണം. പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും സമയത്ത്, ദുരന്തത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും സമയത്ത് ഉത്തരം പ്രതീക്ഷിക്കുന്നവർ അവർ സന്തോഷമുള്ള സമയത്തും അവർ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കട്ടെ എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന നന്മകളുടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞെത്തിയതൊരു 6 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം നമുക്ക് കിട്ടും, റസൂലിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ തെറ്റ് ചെയ്യാൻ കഴിയാത്ത വിധമുള്ളൊരു ലോക്ക് പടച്ചോനിട്ട്, തെറ്റ് ചെയ്യാനേ പറ്റൂല. തിന്മ ഒക്കെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷെ തിന്മ ചെയ്യാനേ കഴിയൂല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഞാൻ പലപ്പോഴും ഈ പോയിന്റ് ഒക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഞാൻ ഡൽഹിയിൽ അവിടുത്തെ സ്റ്റുഡൻസ്, നമ്മുടെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു മേജർ, ഒരു പ്രധാന ഹോസ്റ്റലിൽ ചെന്നപ്പോൾ, ഒരു ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ്. മനുഷ്യന്മാർ അവരുടെ ലൈംഗിക രംഗത്ത് പ്രതിരോധങ്ങൾക്ക് ഉപയോഗിക്കുന്ന, ഗർഭധാരണം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആ ഹോസ്റ്റലിന്റെ ബാക്കിൽ ഇങ്ങനെ കിടക്കണേ. നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചായ കുടിച്ച് ഒഴിവാക്കണ മാതിരി ഇട്ടിരിക്കുകയാണ്. കുട്ടികളങ്ങോട്ടൊക്കെ പറഞ്ഞേക്കണവരൊക്കെ ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് വിട്ടാൽ മതി. അപ്പൊ ഈ മക്കളെ ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നി. ഇതിന്റെ ഇടയിൽ കൂടെ ഇതിലൊന്നും പെടാതെ മനോഹരമായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ദീനീ പ്രവർത്തനം നടക്കണം. അതാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതാണ് പ്രൊട്ടക്ഷൻ. അങ്ങനത്തെ പ്രൊട്ടക്ഷൻ പടച്ചറമ്പ് ആ വ്യക്തിക്ക് കൊടുക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഫറളുകളുടെ കുറവ് ഇതുമൂലം പരിഹരിച്ചു കിട്ടും, ഫറളിലുള്ള കുറവ്. അതേപോലെ അമലുകൾ ചെയ്യാനുള്ള അവസ്ഥയും സാഹചര്യവും പടച്ചോൻ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ പിന്നെ ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾക്ക് പോലും കാരണം മുടങ്ങുമ്പോൾ അതിന് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യം തരും. അല്ലാഹു സുബ്ഹാനഹു വതആല മുടങ്ങിയ കാര്യങ്ങൾ പകരം നിർവഹിക്കാനുള്ള അവസരം തരും. ദുരന്തത്തിന്റെ സമയത്ത് നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെ ധാരാളം നേട്ടങ്ങളുണ്ട്. നേട്ടങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അവന്റെ മുഖ്ലിസീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഇസ്ലാഹി പ്രബോധന ചരിത്രത്തിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിച്ച വലിയൊരു പണ്ഡിതനാണ് മുഹമ്മദ് മദനി. അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിൽ, വീക്ഷണങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജനാസ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ്. സാധ്യമാകുന്ന ആളുകൾക്ക് ജനാസയിൽ പങ്കെടുക്കണമെന്ന് കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു നമ്മയും അദ്ദേഹത്തെയും എല്ലാവരെയും പരിശുദ്ധ സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. صلى الله